നമ്മൾ ഈ പ്രശ്നങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ. പ്രശ്നമുള്ളവരെ മനസ്സിലാക്കുക, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പ്രശ്നമില്ലാത്തവരെ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ പ്രശ്നക്കാരാക്കണ്ട, ഉള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയാം. അപ്പോൾ അതിനകത്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരാളെക്കുറിച്ച് ചാടി ഒരു തീരുമാനത്തിലെത്തരുത്. അയാളെ ഒബ്സർവ് ചെയ്യേണ്ടവരെ ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇദ്ദേഹത്തിന് എന്തൊരു പ്രശ്നമുണ്ടല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം സഭായോഗത്തിന് വന്നു, അദ്ദേഹം മൂലയ്ക്കിരുന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ സാധാരണ അങ്ങനെയുള്ള ആളല്ല, പക്ഷെ ഇദ്ദേഹം ഉറക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഡിപ്രഷൻ ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. തലേദിവസം ഉറങ്ങാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ നമ്മൾ ചാടി ഒരു കൺക്ലൂഷനിലേക്ക് എത്താതിരിക്കാനായിട്ട് വളരെ സൂക്ഷിച്ച് വേണം. ഒരാൾക്കിൻ്റെ പ്രശ്നമാണല്ലോ ആയിരിക്കാം എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട്. ഓക്കെ, ഞാൻ ഇന്ന് ആദ്യത്തെ സെഷനിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ മനുഷ്യരിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് ഒരു അവയർനെസ്. കൂടുതൽ ഡീപ്പായിട്ട് പോകാനായിട്ട് നമുക്ക് സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു 100,000 പ്രശ്നങ്ങൾ നമുക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എങ്കിലും സാധാരണഗതിയിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ കാണുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പല കാറ്റഗറിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ആത്മീക പ്രശ്നങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ സാധാരണയായിട്ടുള്ളൊരു പ്രശ്നങ്ങളാണ്. ആത്മീയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണ് ആത്മീയ പ്രശ്നങ്ങളിൽ ഉള്ള ചില പ്രശ്നങ്ങൾ, ചില എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമായിരിക്കും. ഫാമിലി പ്രോബ്ലംസ് മറ്റൊരു വിശാലമായ ഏരിയയാണ്. കുടുംബ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ പല കുടുംബങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് കുടുംബ പ്രശ്നങ്ങൾ. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ തന്നെ കുറേ തരത്തിലുണ്ട്. പറഞ്ഞാൽ കുടുംബത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ, അത് തന്നെ പിന്നെയും നമുക്ക് സബ് കാറ്റഗറൈസ് ചെയ്യാം. ആശയവിനിമയത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റികൾ തമ്മിൽ ഉള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഉത്തരവാദിത്വം സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമായിരിക്കാം, വർക്ക് ഡിവിഷൻ സംബന്ധിച്ച് 2 പേരും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളാണെങ്കിൽ ഏതെല്ലാം ജോലികൾ ആരൊക്കെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഉള്ള വിഷയങ്ങളായിരിക്കാം, മക്കളെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള വിഷയങ്ങളായിരിക്കാം, ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ചുള്ള സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരിക്കാം. ഇങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങൾ. പിന്നെ എന്താണ്, പ്രായമായ കാരണവും മാതാപിതാക്കൾ, അവരെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് ആയിരിക്കാം. പിന്നെ എന്താണ്, അങ്ങനെ നോക്കിയാൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും ഒരുപക്ഷെ കാണും. അപ്പോൾ ഇത് ഏതാണെന്നുള്ളത് കൃത്യം മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് ഇവരുടെ വാസ്തവത്തിലുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒബ്സർവേഷനിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ചിലപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇവരിങ്ങനെ അല്ലായിരുന്നല്ലോ, നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ എന്തൊക്കെയോ ഒരു പ്രയാസം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് എന്ന് മനസ്സിലാവും. ഇനി അടുത്ത സ്റ്റേജിലേക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചെങ്കിലേ പറ്റുള്ളൂ. അവർ പറയുന്നത് കേൾക്കാനായിട്ട്, അത് ലിസണിങ്. അപ്പോൾ ലിസൺ. ആ ലിസണിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ അവർ മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കാൻ തയ്യാറായാലാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ, അവരുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഡിവോഴ്സ് ആൻഡ് സെപ്പറേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. അതുപോലെ ദേഹോപദ്രവം, വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദേഹോപദ്രവം. അപ്പോൾ ഇങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങൾ കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ജനറേഷൻ ഗ്യാപ്പ്, 2 തലമുറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ഇഷ്യൂസ്, അതും പല കുടുംബങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തി കടന്നു പോകുന്ന പ്രത്യേക
സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ആൾ പ്രഗ്നൻ്റായി, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും. ഒരാളല്ലെങ്കിൽ ടെർമിനലി ഇല്ലായി, ഒരു മാരകമായൊരു അസുഖം, ഒരു ക്യാൻസർ വന്നു, ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മൊത്തം മാറിയില്ലേ. കുടുംബത്തിലെ ആളുകളുടെ അവസ്ഥകളും രീതികളും അവരുടെ ജീവിതശൈലിയും അവരുടെ സാമ്പത്തിക സ്ഥിതിയും ഇതെല്ലാം മാറും. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതികളിലുള്ള പ്രശ്നങ്ങൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാം. അതുപോലെ ഇൻലോസ് പ്രോബ്ലംസ്, ബന്ധുക്കൾ ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ, ബന്ധുക്കളുമായിട്ട് ബന്ധത്തിലുള്ള വിഷയങ്ങൾ. ഒരു കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പല ഒരു 100,000 വെറൈറ്റി പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. അപ്പോൾ നമ്മൾ അതായത് ഞാൻ ആദ്യം പറഞ്ഞത്, വളരെ സൂക്ഷിച്ച് നമ്മൾ ഇന്ന പ്രശ്നമാണ് എന്ന് പറയാവുള്ളൂ. ഒരു മുൻവിധിയോടുകൂടി ഒന്നും സമീപിക്കരുത്. വാസ്തവത്തിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ കേട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചതൊന്നും ആയിരിക്കില്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അതൊക്കെ പല വിഷയങ്ങൾ അതിനകത്ത് ഉണ്ടായി എന്ന് വരാം. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് അഡിക്ഷൻ. ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ മദ്യവും മയക്കുമരുന്നും ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ വിശ്വാസികളുടെ ഇടയിലുള്ള അഡിക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാവണമെന്നില്ല. ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മദ്യത്തിന് അടിമകളായിരുന്ന ആളുകൾ വളരെ സൂക്ഷിക്കണം. കാരണം അവർ വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് വീണു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഒരിക്കലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ പിന്നീട് ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ്, ഈ വസ്തു ഉപയോഗത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇന്ന് ധാരാളമായിട്ട് കണ്ടുവരുന്ന മറ്റ് ചില അഡിക്ഷൻസ് ഉണ്ട്. അത് പ്രധാനപ്പെട്ടത് പോണോഗ്രഫിക് അഡിക്ഷൻ. അശ്ലീല വീഡിയോസ് കാണുക, അശ്ലീല ചിത്രങ്ങൾ കാണുക, അശ്ലീലം വായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതില്ലാതെ ഒരു മനുഷ്യന് ഒരു ജീവിതം സാധാരണ രീതിയിൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള ഡിപ്പെൻഡൻസി ആയിട്ട് മാറുന്നു. ഇദ്ദേഹത്തിന് ഇത് കൂടിയേ തീരൂ എന്നുള്ള രീതിയിലേക്ക് വന്ന ഒരവസ്ഥയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോണോഗ്രഫിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഗെയിം അഡിക്ഷൻ, കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഗെയിം കളിയിൽ അഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യത, ഫോണിൻ്റെ ഉപയോഗത്തിൽ അഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റീൽസ് അഡിക്ഷൻ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മിക്കവാറും ഒക്കെ പല സ്ഥലത്തുമുള്ള പ്രശ്നം, പല വ്യക്തികൾക്കുമുള്ള പ്രശ്നമാണ്. ഈ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ റീലുകളുണ്ട്. റീലുകൾ എന്ന് പറഞ്ഞാൽ ഈ 30 സെക്കൻഡ് അല്ലെങ്കിൽ 45 സെക്കൻഡൊക്കെയുള്ള ചെറിയ വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഈ അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു വിഷയം കുറച്ച് സമയം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഈ സോഫ്റ്റ്വെയർ അത് പിടിച്ചെടുക്കും. പിന്നെ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, സമയം പോകുന്നത് അറിയില്ല. ചിലപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒരെണ്ണം നോക്കാൻ വേണ്ടി എടുത്തതാണെങ്കിൽ അത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടുപോകുന്ന തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പം വീട്ടിലാണ് ഒത്തിരി സമയം നഷ്ടമാകുന്നു, കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ സമയമില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങളിലേക്ക് ഇത് പോകാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇനി ഫുഡ് അഡിക്ഷൻ ഉണ്ട്, ഷോപ്പിംഗ് അഡിക്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒത്തിരി അഡിക്ഷൻസ് ഉള്ള മനുഷ്യർ ഉണ്ട്. അപ്പോൾ അഡിക്ഷൻസ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അഡിക്റ്റീവായിട്ടുള്ള സാധനം കിട്ടാതെ വരുമ്പോൾ ഇവർ കാണിക്കുന്ന ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇപ്പോൾ പിള്ളേരാണ്, മക്കളാണ്. ഫോൺ ആ സമയത്ത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ബഹളം ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും, ഭയങ്കര ഇതാവും. അവർ ഒത്തിരി ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കും, ഇങ്ങനെയുള്ള ഒത്തിരി പരിപാടികൾ അവർ കാണിച്ചു കൂട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ മക്കൾക്കുള്ളതെങ്കിൽ, അതുപോലെ ഒരു സമയത്ത് കിടന്നുറങ്ങുന്നില്ല, മണിക്കൂറുകൾ ഈ ഫോൺ നോക്കിയിരിക്കുന്ന, വെളുപ്പിന് 12 മണി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ കിടക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെയുള്ള പല പിള്ളേരും അങ്ങനെയാണ്. അപ്പോൾ ഈ നിയന്ത്രണമില്ലാത്ത ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഉപയോഗം പലരെയും അഡിക്റ്റ് ആക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഇതിൻ്റെ ഒരു റീവയറിങ് നടക്കുന്നുണ്ടെന്നാണ്. അതായത് നമ്മുടെ ആ ബ്രെയിനിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ ഇതൊക്കെ റീവയർ ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ പറഞ്ഞാൽ
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായി കഴിയുമ്പോൾ ആ ടെൻഷൻ മാറാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ ഏതിനോട് അഡിക്റ്റ് ആണോ ആ സാധനമായിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത്. കാരണം അത് നമുക്ക് ഒരു സന്തോഷം തരും, ഒരു നല്ല അനുഭവം നമുക്ക് തരും. അതുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് അതുപോലെ ഇതുള്ള പോണോഗ്രഫിയിൽ നിന്നോ ഗെയിമിൽ നിന്നോ ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടത് ഇവർക്ക് ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള ഈ സാധനം ലഭ്യമല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അവരെ ആ തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അതിനാണ് ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിലെ കൊണ്ട് കുറച്ച് നാൾ താമസിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനോടുള്ള ആ ഒരു ക്രേവിങ്, അതിനോടുള്ള ഒരു അഭിനിവേശം കുറഞ്ഞു വരും. പക്ഷേ ഇതില്ലാതായി പോയിട്ടില്ല, കുറഞ്ഞു വരും. ഇനി അതോട് ഇവർ ഈ സാധനം മാറ്റി വയ്ക്കുന്നതോടൊപ്പം തന്നെ, അതായത് ഈ ഒരു പ്രത്യേക അഡിക്റ്റീവായിട്ടുള്ള ആ സാധനത്തോടുള്ള ബന്ധം അവസാനിപ്പിക്കാനായിട്ട് അവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷം നൽകുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ വെച്ചു കൊടുക്കുകയും ചെയ്യണമെങ്കിൽ മാത്രമേ അഡിക്ഷനിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആദ്യം ആ പോയ ചാലിക്കടെ തന്നെ പോവുള്ളൂ. അപ്പോൾ ആ ചാല് കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന് കഴിയുമ്പോൾ നമുക്കറിയാം, പഴയ കാലത്ത് നടന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പറമ്പുകളിലൂടെയൊക്കെ നോക്കിയാൽ ചില നടപ്പാതകൾ കാണും അല്ലേ. നടന്ന് അവിടെ അത്രയും ഏരിയ മാത്രം പുല്ലില്ലാതെ അയക്കുന്ന സ്ഥലങ്ങൾ കാണാം. അപ്പോൾ കുറച്ച് നാൾ അതിൽ നടക്കാതിരുന്നത് എന്ത് പറ്റും? ആ വഴി മൂടിപ്പോവും. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ആ വഴിക്ക് വന്നാൽ നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത് ആ പണ്ടുണ്ടായിരുന്ന ചാലിൻ്റെ അതിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഈ ചാല് അടഞ്ഞു, ഇപ്പുറത്ത് വേറൊരു ചാല് തുറക്കണം, എങ്കിലേ നമുക്ക് പുതിയൊരു വഴിക്കോടെ യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് അഡിക്ഷനെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ബ്രെയിൻ റീവയർ ചെയ്യുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഈ ഒരഡിക്റ്റീവായിട്ടുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് അതേപോലെ സന്തോഷം നൽകുന്ന മറ്റൊരു വിഷയം കൂടെ നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്കിത് നിർത്തുക മാത്രം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വിഷയമാണ്. അപ്പം ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി കുറച്ച് നാൾ 1-2 മാസം അവിടെ താമസിപ്പിച്ചു. അവർക്ക് അതിൻ്റെ ആസക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തിരിച്ചു വരുമ്പം അവർക്ക് സന്തോഷം നൽകുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ തുടങ്ങിയില്ലെങ്കിൽ അവർ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒന്നുകിൽ അവർക്ക് കുടുംബജീവിതം സന്തോഷമായിട്ട് മാറണം, അല്ലെങ്കിൽ ആത്മീയത സന്തോഷമായിട്ട് മാറണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിനോദങ്ങൾ അല്ലെങ്കിൽ ജോലി, ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവർക്കൊരു സന്തോഷം നൽകുന്ന, അവർക്കൊരു മീനിങ് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ പകരം കിട്ടിയെങ്കിൽ മാത്രമേ അവർ രക്ഷപ്പെട്ടു പോവുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് വയ്ക്കുക എന്നത് മാത്രം കൊണ്ട് കാര്യമില്ല. അവരെ അഡിക്ഷനിൽ രക്ഷപ്പെടുത്താനായിട്ട് ഫോൺ കൊടുക്കാതിരിക്കുക മാത്രം പോരാ. അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നല്ല കാര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അതിപ്പോൾ എന്താണ്, ഗാർഡനിങ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കാനായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോയി കുറച്ച് നേരം പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് കളിച്ചാലും മതി, അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയാലും മതി. അപ്പോൾ എങ്ങനെ മറ്റെന്തെങ്കിലും ഒരു സാധനം, മറ്റെന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പകരം സന്തോഷത്തിനായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഹാംഫുൾ അല്ലാത്ത കാര്യങ്ങൾ, അവർക്ക് ദോഷം ചെയ്യാത്ത ചില കാര്യങ്ങൾ, സന്തോഷം കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പുറത്ത് നൽകിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അവർക്ക് നിരന്തരമായിട്ടുള്ള സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. വൺസ് ആൻ അഡിക്റ്റ് ഓൾവേസ് ആൻ അഡിക്റ്റ് എന്നാണ്. ഒരിക്കൽ അഡിക്റ്റായി പോയാൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ആ വഴിക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരു ടെൻഷൻ, ഒരു ആങ്സൈറ്റി ഉള്ള സമയം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ഒരു ചായ്വ് എപ്പോഴും നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. മറ്റൊരു സാധാരണ പ്രശ്നമാണ് പേഴ്സണാലിറ്റി പ്രോബ്ലംസ് എന്ന് പറയും. വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ. ഇത് പേഴ്സണാലിറ്റി പ്രോബ്ലംസ് എന്ന് പറയുമ്പം ഇതും ഈ പറഞ്ഞ കുറേ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു ഡിസോർഡേഴ്സ് എന്ന് പറയാം. ഞാൻ ചില സാധനങ്ങൾ നിങ്ങളോട് പറയാം. ഇപ്പം പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, പാരനോയിഡ് പേഴ്സണാലിറ്റി. നമുക്കറിയാവുന്ന ചില ആളുകളെങ്കിലും കാണുമായിരിക്കും. ഈ സംശയം, പങ്കാളിയെ സംശയം. ഈ പങ്കാളിയെ സംശയം എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ടും ഉണ്ടാകാം, അതല്ല ഒരു അല്ലാതെ ഉണ്ടാകാം. ഈ ചില സാഹചര്യത്തിൽ നിന്ന് ഉണ്ടായി വരുന്ന സംശയം ഇതും ഉണ്ടാവാം. പിന്നെ അത് വീണ്ടും സംശയിച്ച് അങ്ങനെ അല്ലാതെ ആകാൻ പറ്റാത്ത രീതിയിലായി പോയ മനുഷ്യരും ഒക്കെ ഉണ്ടാകാം.
അപ്പോൾ ഈ സംശയം ഒരു ഡിസോർഡറായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംശയം എന്ന് പറയുന്നത് അകാരണമായിരിക്കും. പ്രത്യേകിച്ച് വലിയ കാരണങ്ങളുണ്ടാവില്ല, അതുപോലെ തെളിവുകളും ഉണ്ടാവില്ല. ഇത് ഇല്ലാതെയുള്ള സംശയങ്ങളാണ് മിക്കവാറും അപ്പോൾ ഇവരിത് അവതരിപ്പിക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് 100% ഉള്ളതാണെന്ന് തോന്നും. പക്ഷേ അതിന് തെളിവുകൾ അന്വേഷിച്ച് കഴിയുമ്പോഴാണ് തെളിവൊന്നുമില്ല, ഇത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ തോന്നുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യമാണ്. ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മിക്കവാറും സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഈ പാരനോയിഡ് ഡിസോർഡർ എന്ന് പറയുന്നത്, സംശയം എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ബയോളജിക്കലി വരുന്ന ഒരു കാര്യമുണ്ട്, ജന്മനാ തന്നെയുള്ള ആളുകളുണ്ട്. ഇനി അതല്ല, കുറേ ജീവിതത്തിൽ കുറച്ച് പ്രായമായതിനു ശേഷം അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പല സാഹചര്യങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഭർത്താവിനെ തെറ്റായിട്ടുള്ള ബന്ധത്തിൽ കണ്ടിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ തിരിച്ചായാലും ഭാര്യയെ അങ്ങനെ വേറൊരാളുമായിട്ടൊരു ബന്ധത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ സംശയിക്കത്തക്ക രീതിയിൽ കണ്ടു. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുന്നു, വീണ്ടും ഇദ്ദേഹം ഇതിങ്ങനെ വാച്ച് ചെയ്യുന്നു. ആരോട് മിണ്ടിയാലും ആരോട് അടുക്ക നിന്ന് കണ്ടാലും അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സംശയം വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രൂപപ്പെട്ട സംശയമുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ വേറെ ചില സാഹചര്യങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കുറച്ച് നാൾ ഒരുമിച്ച് താമസിക്കുന്നു, 2 കുട്ടികൾ 2-3 കുട്ടികളുണ്ടാകുന്നു. കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ തിരക്കുകൾ കൂടുന്നു. ഈ തിരക്കുകൾ കൂടുമ്പോൾ ഭർത്താവിന് ഭാര്യയുടെ അടുത്തിരിക്കാനോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്തിരിക്കാനോ സമയം കിട്ടാതെ വരുന്നു. അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം വളരെ കുറയുന്നു. ഈ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഷേപ്പിനൊക്കെ വ്യത്യാസം വരുന്നു. അവർ തന്നെ ചിന്തിക്കും, ഞാൻ സുന്ദരിയായി അല്ല, ഇപ്പോൾ എന്നെ കണ്ടാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ച് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം, ശാരീരിക ബന്ധമൊക്കെ കുറഞ്ഞ് വരുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഏതാണ്ട് ഇല്ലാതെയായി പോകുന്ന ഒരു സമയം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഈ സ്ത്രീകൾ, എല്ലാവരും അല്ല, ചില സ്ത്രീകൾ ചിന്തിക്കും, എന്നെ വേണ്ടാത്തതിൻ്റെ കാരണം ഇദ്ദേഹത്തിന് വേറെ ആരൊക്കെയോ ആയിട്ട് ബന്ധം ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് ഇവർ മനസ്സിലിങ്ങനെ ഭാവന കാണും, അല്ലേ? ഇന്ന് അയാൾ പുറത്ത് പോയിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ടാണ് വന്നത്, എവിടെയായിരുന്നിരിക്കും? അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് താമസിച്ച് വന്നു, എന്തായിരുന്നിരിക്കും അവിടെ പണി? അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ച് ഉടനെ തന്നെ ഇത് മറ്റവളാണ്, ഇങ്ങനൊരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളും ഒക്കെ ആയിട്ട് ആളുകളെ ഇങ്ങനെ സംശയിക്കാനും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രോബ്ലം ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുക്കൽ ചില സഹോദരിമാർ വന്ന് ഈ എൻ്റെ ഭർത്താവ് അത്ര ശരിയായ പാർട്ടിയൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചാടിക്കയറി അത് വിശ്വസിക്കാനൊന്നും നിന്നേക്കരുത്. അതിന് കൂടുതൽ തെളിവുകളും ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരൻ വന്ന് നമ്മളോട് പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ മറ്റു ചിലരോടൊക്കെ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് അറിയാൻ സൗര, ഞാൻ ആ പാടെ തകർന്നുപോയി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര സങ്കടത്തോടെ വളരെ സത്യസന്ധമാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള അവതരണമൊക്കെ വരും. കാരണം അവരത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്, അങ്ങനെയാണ് എന്നുള്ള കാര്യം അവർ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നീട് ഇവരുടെ വിഷമങ്ങളൊക്കെ കേട്ടു, സങ്കടങ്ങളൊക്കെ കേട്ടു, തെളിവുകളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു തോന്നലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. മറ്റൊരു പ്രശ്നമാണ് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, OCD എന്നൊക്കെ പറയും. OCD, ഈ OCDയുടെ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ കൈ കഴുകാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കഴുകൽ നിർത്താൻ പറ്റില്ല, ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും. പിലാത്തോസിനെ പോലെയാണ്, കഴുകിക്കൊണ്ടേയിരിക്കും. ചിലർ കുളിക്കാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കുളിച്ചു, വീണ്ടും കുളിച്ചു, ടാങ്കിലെ വെള്ളം തീരുന്നവരെ കുളിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്ക് വൃത്തിയായി എന്നൊരു തോന്നലുണ്ടാകുന്നില്ല. ഈ വൃത്തിയായില്ല എന്ന് തോന്നുമ്പോഴത്തേക്ക് അവർക്ക് ആങ്സൈറ്റി കൂടും, വീണ്ടും കുളിക്കും. അതാണ് ഈ കൈയൊക്കെ ആണെങ്കിൽ കഴുകി തൊലി പോയി ചോര വരുന്ന രീതിയിൽ കൈ കഴുകുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഉരച്ച് കഴുകും. ചിലർ അടിവസ്ത്രം കഴുകിയാലും എന്തോരം കഴുകിയാലും മതിയാവില്ല, അവരിങ്ങനെ കല്ലിലിട്ട് കുരച്ച് ഈ സാധനം കീറിക്കളയുന്നവരെ അവർ കഴുകിക്കൊണ്ടിരിക്കും. ചിലർ കുളിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ കുളിമുറിയിലിരിക്കുന്ന ബക്കറ്റ് കഴുകും, കപ്പ് കഴുകും, സോപ്പ് വരെ കഴുകും. അങ്ങനെയുള്ള, കാരണം ഇതെല്ലാം അഴുക്കാന്നൊരു തോന്നലാണ്, ഇത് കംപ്ലീറ്റ് അഴുക്കുക എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ. അപ്പോൾ ഇവരുടെ മനസ്സിൽ ചില ആശയങ്ങൾ, ചില ചിന്തകൾ
ഒബ്സഷനായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ആ ചിന്ത അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. വേറെ ചിലർക്ക് അടുക്കിപ്പറക്കലാണ്. അവരൊരു മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മേശ ആണ് അത് ഇങ്ങനെ അടുക്കി പറക്കൊണ്ടിരിക്കും. റൂമിലെ പുസ്തകങ്ങൾ അടുക്കി പറക്കുന്നു, മേശ അടുക്കി, എല്ലാം ഇങ്ങനെ അടുക്കലാണ്. കാരണം എന്തോരം അടുക്കിയാലും അത് ക്രമമായില്ല എന്നൊരു തോന്നൽ പിന്നെയും എടുക്കണം. ചിലർ വാതിൽ പൂട്ടിയിട്ട് പകുതി വഴി വന്നിട്ട് ഓടി തിരിച്ചു വരും. പൂട്ടിയോ ഇല്ലയോ എന്നുള്ള സംശയം വീണ്ടും വരും, വീണ്ടും പോവും, വീണ്ടും വരും. അപ്പോൾ അങ്ങനെയുള്ള സംശയമുള്ള, അങ്ങനെ വിഷയമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ സ്റ്റൗ ഓഫാക്കിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്ന് നോക്കുന്നു, വീണ്ടും പോകുന്നു. അങ്ങനെ ഒരു ഒബ്സഷൻ, അവരുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. ഇനി ആ ഒബ്സഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒബ്സഷൻ ചില നിർബന്ധിത പെരുമാറ്റത്തിലേക്ക് നയിക്കും. അതാണ് കമ്പൽസീവ് ബിഹേവിയർ. നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്ന ഈ ചിന്ത, നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ചിന്ത, ആ ചിന്ത നമ്മളെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് നിർബന്ധിച്ച് കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ്. അതാണ് കമ്പൽസീവ് ഡിസോർഡർ, കമ്പൽസീവ് ഡിസോർഡർ. അതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അഴുക്കുണ്ട്, എൻ്റെ അഴുക്ക് പോയില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ കഴുകാൻ തുടങ്ങും, അല്ലേ? കഴുകി അങ്ങനെ ഭയങ്കര കഷ്ടം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. എനിക്കറിയാവുന്ന ചില സൗരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ രാവിലെ എഴുന്നേറ്റ് 2 മണിക്കൂറാണ് കുളി. വൈകുന്നേരം വന്നു കഴിഞ്ഞാലും 2 മണിക്കൂർ ടാങ്കിലെ വെള്ളം തീരണം അതുവരെ കുളിക്കുന്ന ആളുകളുണ്ട്. കൈ കഴുകലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പല രീതിയിലുണ്ട് ഈ OCD എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. പൊതുവിൽ പറഞ്ഞാൽ അത് പിന്നെ പറയാം, ന്യൂറോട്ടിക് ബിഹേവിയേഴ്സും സൈക്കോട്ടിക് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞ് വിശാലമായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് എന്നൊക്കെ പറയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയാണ്. ആൻറ്റി സോഷ്യൽ ചില കുട്ടികളിൽ, ചെറുപ്പക്കാരിലൊക്കെ ഈ പ്രവണത കാണാനായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ, സാമൂഹിക വിരുദ്ധർ, അതാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, ആൻറ്റി സോഷ്യൽസ്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള കൺസേണും ഇല്ല. മറ്റുള്ളവർക്ക് വേദനിക്കുകയോ വിഷമം ഉണ്ടാവുമോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ അങ്ങനെയുള്ള യാതൊരു ചിന്തയും ഇവർക്ക് ഇല്ല. നിയമങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. ഒരു നിയമങ്ങളും അനുസരിക്കാനായിട്ട് ഇവർ തയ്യാറല്ല. അതുമാത്രമല്ല, വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് ഇല്ല. പ്രത്യേകിച്ചും ഈ കൊട്ടേഷൻ പരിപാടിക്കൊക്കെ നടക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ അടുത്ത് മനസ്സിലാക്കിയാൽ മിക്കവാറും അവർക്ക് ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണ് പലർക്കും. കാരണം ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്തു, നല്ല തല്ല് പോലീസുകാർ പിടിച്ചു കൊടുത്തു, അതിൽ നിന്നൊന്നും ഒരു പാഠം പഠിക്കില്ല, വീണ്ടും അത് തന്നെ ചെയ്യും. തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാത്തവരാണ്, മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തയില്ലാത്തവരാണ്, അപ്പോൾ നിയമത്തെ അവർ മാനിക്കാത്തവരാണ്. അതുപോലെ ദേ ആക്ട് ഇമ്പൾസീവ്ലി, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തോന്നുന്നത് എന്താണ്, നമ്മൾ ഒറ്റ ബുദ്ധിക്കാരെന്നൊക്കെ പറയില്ലേ, ഒറ്റ ബുദ്ധിയാണ്. ഒറ്റ തോന്നലിന് വെട്ടാനാണ് തോന്നണമെങ്കിൽ, കൊല്ലാനാണ് തോന്നണമെങ്കിൽ അതങ്ങ് ചെയ്തേക്കുക. അപ്പോൾ അതിനപ്പുറത്തേക്ക് വേറെ വീണ്ടും വിചാരവും ചിന്തയും കാര്യങ്ങളൊന്നും, ഞാനിത് ചെയ്താൽ എന്തായി തീരും എന്നതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു വിധത്തിലുള്ള വിചാരങ്ങളും ഇല്ല. അത് മാത്രമല്ല, ചെയ്തതിനെക്കുറിച്ചുള്ള കുറ്റബോധവും ഇല്ല. ഒരു കാര്യം, മോശമായിട്ടൊരു കാര്യം ചെയ്തു, അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഗിൽറ്റ് ഫീലിങ്ങും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. കൂടുതലും ഈ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നവരൊക്കെ ഒരുപക്ഷെ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളാണ്. നമ്മുടെ ഇടയിലുള്ള ചില കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെയൊക്കെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ള കേസുകളുണ്ട്, പോലീസ് കേസുകൾ ഉണ്ടായിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകുന്ന കുട്ടികൾ മിക്കവാറും അവർ സ്കൂൾ തലത്തിൽ മുതലേ ഒത്തിരി ഡിസിപ്ലിനറി പരിപാടികൾക്കൊക്കെ വിധേയമായിട്ടുണ്ടായിരിക്കാം. സസ്പെൻഷൻ, ഡിസ്മിസൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഒത്തിരി അടിപിടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹിസ്റ്ററി അവരുടെയൊക്കെ ജീവിതത്തിൽ, ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധ്യതയുണ്ട്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി, നിങ്ങൾ ഈയിടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഒത്തിരി കേട്ട് കാണാൻ സാധ്യതയുള്ളൊരു വാക്കാണ് നാർസിസിസ്റ്റ്, അല്ലേ? നാർസിസിസ്റ്റായ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പറ്റില്ല, നാർസിസിസ്റ്റാണ്. എന്താണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് ചോദിച്ചാൽ, അവിടെ സ്വയത്തിന്, അല്ലെ അവനവന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ കേൾക്കണം, പ്രശംസ കിട്ടണം, അംഗീകാരം കിട്ടണം. മറ്റുള്ളവരുടെ വിഷമങ്ങളെക്കുറിച്ചൊന്നും ഇദ്ദേഹത്തിന് വലിയ ഒരു താല്പര്യമൊന്നുമില്ല. അതൊന്നും അദ്ദേഹത്തിൻ്റെ കൺസേൺ അല്ല. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രം
ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള ആളുകൾ. അതുപോലെ മറ്റുള്ള ആളുകളെയൊക്കെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ഇത്തരത്തിൽ ഉള്ള ആളുകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കണം, അദ്ദേഹത്തെ മറ്റുള്ളവർ ശുശ്രൂഷിക്കണം, മറ്റുള്ള എല്ലാവരും എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്ത ഉള്ള ആളുകളാണ് ഇത്തരത്തിൽ. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കാര്യം നടക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രതികളാക്കുന്ന, ഫ്രെയിം ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സാഹചര്യങ്ങളെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കുറ്റക്കാരാക്കുന്ന, മറ്റുള്ളവരെ പ്രശ്നക്കാരാക്കുന്ന. വാസ്തവത്തിൽ ഇദ്ദേഹമാണ് പ്രശ്നക്കാരൻ, പക്ഷേ അതല്ല, ഞാനല്ല, മറ്റുള്ളവരാണ് പ്രശ്നം. അതിന് ഇവർക്ക് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇവർക്ക് വളരെ മനോഹരമായ ഒരു മുഖം കാണിക്കാനായിട്ടുള്ള പ്രത്യേക കഴിവുണ്ട്. അതായത് ഇവർ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെപ്പോലെ നല്ല മനുഷ്യരുണ്ടാവില്ല. ഇവരുടെ സംസാരമൊക്കെ വളരെ വളരെ സോഫ്റ്റായിട്ടുള്ള സംസാരമായിരിക്കും, എല്ലാവരെയും സൂചിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഇയാൾ ആപ്പാട് പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇത്രയും നല്ലൊരു സഹോദരനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കും അല്ലേ, ഇത്രയും നന്നായിട്ട് പെരുമാറുന്ന ഒരാളെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് കൂടുതൽ അടുത്ത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂഡ് ഡിസോർഡേഴ്സ്, മൂഡിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതിന് ഈ ഒത്തിരി തരത്തിലുണ്ട്. ഇതെല്ലാം പറഞ്ഞാൽ ഇപ്പോൾ സഹോദരന് സംഗീതം പഠിപ്പിച്ച പോലെ ആയിപ്പോവും. ഇങ്ങനെ ഈ ത്രിപുടം അതോ ഇത് കൂടുതലൊക്കെ പറഞ്ഞ് നമ്മൾ ഏതാണ്ടൊക്കെ കുറേ ഒച്ച നമ്മൾ കേട്ടു എന്നുള്ളതല്ലാതെ നമുക്കിതൊക്കെ അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ടൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. എങ്കിലും ഈ മൂഡ് ഡിസോർഡേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഡിപ്രഷൻ വളരെ നോർമലായിട്ട് മിക്കവാറും ഏറ്റവും കൂടുതൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു മാനസിക പ്രശ്നമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ പലർക്കും ഈ ഡിപ്രഷൻ പ്രോബ്ലം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. ഡിപ്രഷൻ വന്ന് ആത്മഹത്യ ചെയ്ത സഹോദരന്മാർ വരും, നമുക്ക് ചില ആളുകളെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ എന്താണ് ഈ ആളുകൾക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ചൊരു കാരണം കൂടാതെയാണ് ഈ ഡിപ്രസ്ഡായി പോകുന്നതെന്നുള്ളതാണ്. ഈ സാധാരണഗതിയിൽ നമുക്കുണ്ടാകുന്ന ചില ആകുലതകൾ, ചില ദുഃഖങ്ങൾ, അത് ഏതു മനുഷ്യനും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതിനല്ല വാസ്തവത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി പരീക്ഷയ്ക്ക് തോറ്റു, 2 ദിവസത്തേക്ക് ആരോടും മിണ്ടാതെ നടക്കുന്നു, അല്ലെങ്കിൽ അവന് കുറച്ച് ഗ്ലൂമി ആയിട്ടിരിക്കുന്നു, മനുഷ്യരുടെ മുമ്പിലേക്ക് വരുന്നില്ല, അവൻ ആ തോറ്റുപോയതിൻ്റെ വിഷമം, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള മടി സ്വാഭാവികമായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു ഭാര്യ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് കുറച്ച് ദിവസത്തേക്ക്, തീർച്ചയായിട്ടും നമ്മൾ ആരാണെങ്കിലും ശരി, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അല്പം ഡിപ്രസ്ഡ് ആവും നമ്മൾ. അതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാ മനുഷ്യർക്കും വരുന്ന അനുഭവങ്ങളാണ്. പക്ഷേ ക്ലിനിക്കൽ ഡിപ്രഷൻ, നമ്മൾ ഒരാളെ ഡിപ്രഷൻ ഉള്ള ആളാണ് എന്ന് പറയണമെങ്കിൽ അതിന് ഇത്തരത്തിൽ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ മൂഡ് ഔട്ടായിട്ടിരിക്കുന്ന ഒരു അനുഭവം പോരാ. അതിന് കുറച്ചുകൂടി ലക്ഷണങ്ങൾ വ്യക്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡിപ്രഷനായിട്ടുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നമ്മൾ വിചാരിക്കും നല്ല കുറച്ച് ഉപദേശം കൊടുത്താൽ ഡിപ്രഷൻ മാറും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നെ ഇങ്ങനെ മൂഡ് ഔട്ടായിരിക്കണം, എല്ലാം കർത്താവ് നോക്കിക്കോളും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് 2 വാക്യമൊക്കെ പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും ഇയാൾ വിശ്വാസിയാണെങ്കിൽ ഇയാളത് മാറണ്ടേ? അല്ല, വിശ്വാസികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വിശ്വാസികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ആവശ്യം ഉണ്ടായിട്ട് വരുന്നതല്ല. ഇത് നമ്മുടെ ശരീരത്തിലെ ചില രാസപ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ചില കെമിക്കൽസ് ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ, കുറവ് വരുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു മെഡിക്കൽ സിറ്റുവേഷനും കൂടിയാണ്. ഒരു ബയോളജിക്കൽ ഒരു പ്രശ്നം അതിൻ്റെ പുറകിലുണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഡിപ്രഷൻ വന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഒരു കാരണം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് തുടങ്ങുമ്പോൾ വളരെ ചെറിയ തോതിൽ തുടങ്ങി അതിൽ തുടർന്നു പോകുന്ന ഒരു രീതിയാണ്. എന്നിട്ട് പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരവസ്ഥയിലേക്ക് വരുന്നു. ഇതിൻ്റെ ഡിപ്രഷൻ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ, അല്ലെങ്കിൽ സഹായം കിട്ടാതെ പോയാൽ, മിക്കവാറും കേസുകളിൽ അത് ആത്മഹത്യയിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്. കാരണം അതൊരു അത്ര എളുപ്പം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യം അല്ല അത്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഉപദേശം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഈ പ്രാർത്ഥനയും ഉപദേശവും മാത്രം പോരാ.
അതിന് പലപ്പോഴും ഒരു മെഡിക്കൽ ഹെൽപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ഡിപ്രസീവ് മൂഡ് ആഴ്ചകൾ നീണ്ടു നിൽക്കണം. പറഞ്ഞ പോലെ 1-2 ദിവസമോ 2-3 ദിവസം പോരാ, ആഴ്ചകൾ നീണ്ടു നിൽക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്ലഷർ ഇൻ തിങ്സ് യു വൺസ് എൻജോയ്ഡ്. ഒരിക്കൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ആവണം. ഒരിക്കൽ നല്ല ഇഷ്ടത്തോടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന, പക്ഷെ ആ കാര്യങ്ങളിൽ ഒട്ടും താല്പര്യം ഇല്ല. അതുമാത്രമല്ല, എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഫീലിംഗ് ഓഫ് സെൽഫ് വർത്ത്ലെസ്നെസ്. ഞാനൊരു വിലയില്ലാത്തവനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ ആവർത്തിച്ച് വരിക. ഒരു കാര്യത്തിലും ശ്രദ്ധിച്ചിരിക്കാനായിട്ടുള്ള കഴിവ് ഇല്ലാതെയാവുക. പ്രതീക്ഷയില്ലാത്ത രീതിയിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോവുക. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയും കാണുന്നില്ല. അങ്ങനെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ. ഉറക്കത്തിൽ വരുന്ന മാറ്റം. ചിലർക്ക് ഉറക്കം കൂടുതലായിരിക്കും, കൂടുതൽ സമയം കിടന്നുറങ്ങും. ചിലർക്ക് ഉറക്കം ഇല്ലാതെയാവും. അതുപോലെ ഒരു ഫറ്റീഗ്, ക്ഷീണം കൂടുതലായിട്ട്, ലോ എനർജി ലെവൽ. മിക്കവാറും ഒരു ദിവസത്തിൻ്റെ മിക്കവാറും സമയങ്ങളിൽ ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു ഉഷാറില്ലാത്ത, ഒരു എനർജി ഇല്ലാത്ത രീതിയിൽ കാണപ്പെടും. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ചലനങ്ങളെല്ലാം സ്ലോ ആവും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ് എല്ലാം സ്ലോ ഡൗൺ ചെയ്യും, നമ്മുടെ ചിന്തകൾ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ആ ഒരു സ്ലോനെസ്, ഒരു മന്ദഗതിയിലാകുന്ന ഒരു പ്രവർത്തികൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിയിരിക്കാനും എന്നാ പറഞ്ഞേ, ഒന്നും കേട്ടില്ല, പറയുന്നത് മറുപടി പറയാനായിട്ട് താമസം. കാരണം അത് പ്രോസസ്സ് ചെയ്ത് വരാനായിട്ട് കുറേ സമയം എടുക്കുന്നു. അപ്പോൾ ഒന്നിനും ഒരു ഉത്സാഹമില്ല, വളരെ സ്ലോ ആയിട്ട് പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അതുപോലെ കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും പുറകോട്ട് മാറി നിൽക്കുന്നു. ജോലിക്ക് പോകാനായിട്ട് പറ്റാത്ത അവസ്ഥ വരുന്നു. ചിലപ്പോൾ പെട്ടെന്ന് വെറുതെ ഇരുന്ന് കരയുന്നു. അല്ലെങ്കിൽ ചില ആൾക്കാർ മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കൊക്കെ പോകാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു. ഇനി ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മരിക്കണം എന്നുള്ള ചിന്തയിലേക്ക് വരുന്നു. ആ മരിക്കുന്നതാണ് നല്ലത്, ഞാൻ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം സൗര, മരിക്കുന്നതാണ് നല്ലത്, എൻ്റെ ജീവിതം കൊണ്ടൊരു കാര്യമില്ല എന്നൊക്കെയുള്ള സൂചനകൾ തരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 ആഴ്ച തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ, ഒരു ഡിപ്രസീവ് മൂഡിലാണ് ഒരു വ്യക്തിയെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് സഹായം ആവശ്യമുണ്ട്. ആ സഹായം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അതുപോലെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. എങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ബൈബിളിൽ 2 കഥാപാത്രങ്ങളെ ഞാൻ നിങ്ങൾക്ക് തരാം. അതിനകത്ത് അവർക്ക് 2 പേർക്കും ദുഃഖമുണ്ടായി. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. പത്രോസിന് ദുഃഖമുണ്ടായി, അതിദുഃഖത്തോടെ പോയി കരഞ്ഞു എന്നുള്ളതാണ്. ഇനി മറ്റൊരു വ്യക്തി ഏലിയാവിൻ്റെ കാര്യത്തിൽ 1 രാജാക്കന്മാർ 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് വലിയ വീര്യപ്രവൃത്തിയൊക്കെ ചെയ്തു അല്ലേ. ബാലിൻ്റെ പ്രവാചകന്മാരെയൊക്കെ കൊല്ലിച്ചു, ആകാശത്ത് നിന്ന് തീയിറക്കി യാഗമൊക്കെ നടത്തിയതിന് ശേഷം പിന്നീട് ഈ ആഹാബും ഇസബേലും കൂടെ കൂടി, ഇസബേലല്ലേ, കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം അവിടെ നിന്ന് ഓടി ചൂരൽ ചെടിയുടെ ചുവട്ടിൽ വന്ന് കിടന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. മതി. അദ്ദേഹം ചുമ്മാ ചുരുളുകൂടി കിടക്കുക, ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം അദ്ദേഹത്തിന് ഇല്ല, ആഹാരം കഴിക്കുന്നില്ല, ഒന്നുമില്ല, ഇങ്ങനെ കിടന്നിട്ട് ആകപ്പാടെ ഒറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. അപ്പോൾ ഇതിലേതാണ് ഈ ഡിപ്രഷൻ? പത്രോസിനുള്ളതാണോ ഏലിയാവിനുള്ളതാണോ? ഏലിയാവിൻ്റെ സ്ഥിതിയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഏലിയാവിൻ്റെ സ്ഥിതിയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രഷനിൽ നമുക്കറിയാം, പത്രോസിൻ്റെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ആ ഒരു വിഷമം എന്നൊക്കെ പറയുന്നത് കുറച്ച് ദിവസം കൊണ്ടൊക്കെ മാറി. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് വന്ന് പത്രോസിനോട് 2 സംസാരമൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് പത്രോസ് ഓക്കെ. പക്ഷേ ഏലിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏലിയാവ് ഇവിടെ കിടന്നുറങ്ങി, അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ സ്ഥലത്തേക്ക് പോയി, അവിടെ കിടന്ന് പിന്നെ അവിടെ കിടന്നുറങ്ങി അല്ലേ. അപ്പോൾ ദൈവം
ഏലിയാവിൻ്റെ അടുക്ക വന്നു. ഏലിയാവെ, നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതിനുശേഷം അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, എല്ലാം കൊടുത്തു കുറച്ച്. പക്ഷെ ഒരു സമയത്ത് പോലും ദൈവം ഏലിയാവിനോട് ചോദിക്കുന്നില്ല എന്നാ പറ്റിയെന്നല്ല, ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഇങ്ങനെയാണോടാ പറയണേ എന്ന് ചോദിച്ചാൽ അവനെ ശാസിച്ചൊന്നുമില്ല അല്ലേ. ഒരു ശാസനയുടെ വാക്കുകളും കർത്താവ് ഏലിയാവിനോട് പറയുന്നില്ല. കാരണം ഏലിയാവിൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ്. അദ്ദേഹത്തിൻ്റെ ആ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ ഈ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർ ആത്മീയ താല്പര്യം ഇല്ലാത്തവരാണെന്ന് വിധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ ബൈബിൾ വായിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരു കാര്യത്തോടും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ആ സമയത്ത്. പാട്ടുകൾ നല്ലതായിട്ട് പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആളാണ്. ഒരു പാട്ടും കേൾക്കാൻ തോന്നില്ല, ബൈബിൾ വായിക്കാൻ തോന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നില്ല, സഹോദരന്മാരെ കാണാൻ തോന്നില്ല. ഒരു കാര്യത്തോടും താല്പര്യം ഉണ്ടാകാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹെൽപ്പ്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ ആവശ്യമുള്ള ആളുകളാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡർ, നിരന്തരമായി ഈ ഉത്കണ്ഠ വിഷാദ രോഗത്തിന് അടിമയായി പോകുന്ന, അതുപോലെ ചേർന്ന് വരുന്ന വേറെ ഒത്തിരി ഉണ്ട്. ഈ ബൈപ്പോളാർ ഡിസോർഡർ. ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ രണ്ട് ധ്രുവങ്ങളിൽ ഉണ്ടാവും. ചില ദിവസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആവേശം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും, ഭയങ്കര സന്തോഷം, തമാശ, ചിരി, കളി, പരിപാടികൾ, ആക്ടിവിറ്റീസ്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരൊറ്റ പോക്കാണ്. ഒരു താല്പര്യമില്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, ആരോടും മിണ്ടില്ല, ഇങ്ങനെ പോയിരിക്കും. എനിക്കൊരു സ്നേഹിതനുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ബൈപ്പോളർ ഡിസോർഡറാണ്. ഈ ഒരു പോളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇദ്ദേഹം ഭയങ്കര മിടുക്കനാവും. ജോലിക്ക് പോവുക, എല്ലാ പരിപാടികളും കറക്റ്റായിട്ട് ചെയ്യുക, പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുക, എന്തെല്ലാം പരിപാടിയാണ് എല്ലാം ചെയ്യും. പക്ഷേ ഈ ഡിപ്രസീവ് സൈക്കിളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പല്ലും തേക്കില്ല, കുളിക്കുകയോ ഇല്ല, തുണിയും മാറില്ല, ഭക്ഷണവും വേണ്ട, ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുക, കിടക്കുക, പണിക്കും പോവില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത് രണ്ടറ്റത്തേക്ക് പോകുന്നതാണ് ബൈപ്പോളാർ ഡിസോർഡർ. രണ്ട് പോൾസിലേക്ക്, രണ്ട് ധ്രുവങ്ങളിലേക്ക് അവരുടെ മൂഡ് ഇങ്ങനെ മാറി പോകുന്ന ഒരു രീതിയാണ്. സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ, ഇങ്ങനെയൊക്കെയുള്ള സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മൂഡ് മാറുന്ന പ്രശ്നങ്ങൾ ഉള്ള ആളുകളുണ്ട്. ഇതെല്ലാം പല മനുഷ്യരിലും കാണുന്ന കാര്യങ്ങളാണ്. ഈ ആങ്സൈറ്റി, മൂഡ്, ഇതിനകത്ത് വരുന്നൊരു കാര്യമാണ് ഫോബിയാസ് എന്ന് പറഞ്ഞാൽ ഭയങ്ങൾ. അതായത് ഇറാഷണൽ ഫിയറാണ് എന്ന് പറഞ്ഞാൽ ന്യായമല്ലാത്ത നീണ്ടു നിൽക്കുന്ന ഭയങ്ങൾ. ചെറിയ ചെറിയ പേടികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് നല്ലതുമാണ്. വണ്ടി ഓടിക്കാൻ നേരത്തെ ഒരു ചെറിയ പേടിയൊക്കെ ഉള്ളത് നല്ലതാണ് അല്ലേ. റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് ഒരു പേടിയൊക്കെ ഉള്ളത് നല്ലതാണ്. കാരണം എന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ക്രോസ് ചെയ്യുള്ളൂ. പക്ഷേ പേടി കാരണം റോഡ് ക്രോസ് ചെയ്യില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും രണ്ട് അപ്പുറത്തും നിന്ന് പിടിച്ച് ക്രോസ് ചെയ്യിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ. ലിഫ്റ്റേ കയറില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ലിഫ്റ്റേ കയറാൻ പറ്റില്ല. കാരണം അടഞ്ഞ മുറിക്കകത്തേക്ക് അവർക്ക് കയറാനായിട്ട് സാധിക്കില്ല. അതൊക്കെ ഓരോ ഫോബിയാസാണ്, ഓരോ ഭയങ്ങളാണ്. ഈ ഭയങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യം വരുമ്പോഴേക്കും നമ്മളുടെ ആങ്സൈറ്റി അങ്ങ് കൂടും, നമ്മുടെ ആകുലത അങ്ങ് കൂടും, ടെൻഷൻ അങ്ങ് വർദ്ധിക്കും. നമ്മുടെ കൈകൾ വേർക്കാൻ തുടങ്ങും, ഇത് വയറിൽ നിന്ന് ഏതാണ്ട് അടിവയറ്റിൽ നിന്നാണ്ട് കയറി വരുന്ന പോലെ തോന്നും, ശ്വാസം നിന്ന് പോണ പോലെ തോന്നും, നമുക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ നമുക്കത് ചെയ്യാനായിട്ട് തോന്നില്ലാത്ത രീതിയിൽ. അപ്പോൾ ചിലർക്ക് അങ്ങനെയാണ്. വലിയ കെട്ടിടങ്ങളിനകത്ത് കയറാനായിട്ട് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഉയരത്തെ പേടിക്കുന്ന, ഉയരത്തിലേക്ക് പോകില്ലാത്ത ആൾക്കാരുണ്ട്. ലിഫ്റ്റേ കയറില്ലാത്ത ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ വെള്ളത്തെ പേടിയുള്ളവരുണ്ട്, മറ്റ് ജീവികളെ പേടിയുള്ളവരുണ്ട്, പാറ്റയെ പേടിയുള്ളവർ, എട്ടുകാലിയെ പേടിയുള്ളവർ, ഇങ്ങനെയുള്ള ഒത്തിരി തരത്തിലുള്ള ഭയങ്ങൾ, ഫോബിയാസ് ഒരു 100 തരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേടിയുള്ള ആളുകളുണ്ട്. ഈ പേടിയുള്ള ആൾക്കാരെ നമുക്ക് ചിലപ്പോൾ സഹായിക്കേണ്ടതായിട്ട് വരും. ഇപ്പം എൻ്റെ അടുത്തൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ദിവസം കൗൺസിലിങ്ങിനായിട്ടുണ്ടെന്ന്. അവന് എട്ടുകാലിയെ പേടിയാണ്. അപ്പോൾ അവന് എപ്പോഴും അവൻ കിടക്കുന്ന മുറിക്കകത്ത് അവന് ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് ധൈര്യമില്ല. കാരണം എട്ടുകാലി വരുമോ എന്നുള്ളത് പുള്ളിക്ക് പേടിയാണ്. അപ്പോൾ ഒരു എവിടെയെങ്കിലൊക്കെ എട്ടുകാലി ഇരിക്കണുണ്ട്, ഞാൻ അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. അത്രമാത്രം പ്രശ്നമാണ്.
മരിക്കാൻ പോകുന്ന പോലെയുള്ള പേടിയാണ് ഈ എട്ടുകാലിനെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പേടികളൊക്കെ ചിലർക്ക് സ്കൂൾ ഫോബിയ, സ്കൂളിൽ പോകുന്നത് പേടിയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പേടികൾ, നമുക്ക് കേട്ടാൽ ചിരി വരുന്ന രീതിയിലുള്ള ഒത്തിരി തരത്തിലുള്ള പേടികൾ ഉണ്ട്. അപ്പോൾ ഈ പേടികളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല. നമ്മൾ വല്ലാതെ അങ്ങ് പാനിക്കായി പോകുന്ന തരത്തിലുള്ള പേടികളുണ്ട്. ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭയത്തിലായി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേടികൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ കളിയാക്കിയിട്ട് കാര്യമില്ല, അവർ ഭീരുക്കളാണ് എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് അവർക്കുള്ള ഒരു ആങ്സൈറ്റി പ്രോബ്ലമാണ്. ആ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്താൽ മാത്രമേ അവരെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതിന് സാധാരണഗതിയിൽ കൗൺസിലിങ്ങിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഒരു ബിഹേവിയറൽ തെറാപ്പി എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ എട്ടുകാലിയെ പേടിയുള്ള മനുഷ്യൻ, ഒരു കുട്ടി. അപ്പോൾ ആ കുട്ടിയെ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ അവൻ്റെ പേടിയെക്കുറിച്ച് ചോദിക്കുന്നു, എട്ടുകാലിയെക്കുറിച്ച് നിനക്ക് എന്താണ് പേടി, എട്ടുകാലി എന്ത് ചെയ്യുമെന്നാണ് നീ പേടിക്കുന്നത്? അപ്പോൾ അവൻ്റെ പേടികൾ വീരപ്പനാണ് ആനയെ കൊല്ലുന്ന പാർട്ടിയാണ്, പക്ഷേ പഴുതാരനെ പേടിയാണ്. അത് നമുക്ക് അപ്പോൾ നമ്മൾ വിചാരിക്കും വീരപ്പന് പഴുതാരനെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കും. പക്ഷേ അത് വീരപ്പന് അതിൻ്റെ വിഷം മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഈ പേടിയുള്ളവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ അത് പിടിവിട്ട് പോകുന്ന തരത്തിലുള്ളൊരു പേടിയാണ്. അപ്പോൾ ഈ പയ്യനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്താണ് ഇവൻ പേടിക്കുന്നത്. അപ്പോൾ ഈ എട്ടുകാലി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഭീകരത എന്താണെന്നുള്ള ഇവൻ വിവരിച്ച് കഴിയുമ്പം നമ്മൾ പയ്യെ ഇവൻ്റെ ഈ ചിന്താഗതിയെ ഒന്ന് പയ്യെ മാറ്റിയെടുക്കാനായിട്ട് അവന് ചില അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമേ നമുക്ക് അതിനകത്തൊരു പക്ഷേ ചെയ്യേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ എട്ടുകാലി എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ എന്താണെന്നും അത് എത്രമാത്രം അപകടമുള്ളതാണെന്നും അതെത്ര അങ്ങനെ അതിൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. എട്ടുകാലി മരിച്ച ആൾക്കാരെ ആരെങ്കിലും നമുക്ക് പരിചയമുണ്ടോ അല്ലെങ്കിൽ അറിവുണ്ടോ, അങ്ങനെയുള്ള അപകടം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവനെ തന്നെ ഒന്ന് അവെയറാക്കാൻ പറ്റും. അതുമാത്രമല്ല പിന്നെ പയ്യെ ഇവൻ്റെ പേടി മാറ്റാൻ വേണ്ടി എട്ടുകാലിയുടെ ഒരു പടം എടുത്ത് കാണിക്കും, എട്ടുകാലിയുടെ പടം. അപ്പോൾ എട്ടുകാലിനെ കണ്ടാൽ ചാടി ഓടുന്നവനാണ്. അപ്പോൾ ഇവന് എട്ടുകാലിയെ കാണുമ്പോൾ ഈ പടം കാണുമ്പോഴും ഇവനിതേ ഒരു ആങ്സൈറ്റി ഉണ്ടാവും, ഇതേ പേടി ഉണ്ടാവും. അപ്പോൾ അവൻ ചാടി ഓടാനായിട്ട് നോക്കും. അപ്പോൾ നമ്മൾ പറയണ്ട ഇത് വെറും പടമാണ്. അപ്പോൾ അവന് പയ്യെ പടത്തിലേക്ക് നോക്കാനുള്ളൊരു ചെറിയ ധൈര്യം കിട്ടും. ഇത് ഒരു ദിവസം കൊണ്ടൊന്നുമല്ല കേട്ടോ, ഇത് പല ദിവസം കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവനെ പടം നോക്കാനായിട്ട് ഇവന് ധൈര്യം കിട്ടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പടം ഇവൻ്റെ കൈ കൊടുക്കും. ആ പടത്തിലൊന്നും തൊടാനായിട്ട് ഇവനെ നമ്മൾ ബലപ്പെടുത്തും, നമ്മൾ കൂടെ നിൽക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവന് ഈ എട്ടുകാലിയെ എന്ന് പറയുന്ന സാധനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ടെൻഷൻ അല്ലെങ്കിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ടെൻഷൻ കുറച്ച് കുറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ അടുത്ത് വന്ന ആ പയ്യന് അവസാനം നമ്മൾ ഇതുപോലെ പല സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എട്ടുകാലിയെ തല്ലിക്കൊല്ലുന്ന ആളായിട്ട് മാറി. കാരണം അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷെ അത് ഗ്രാജുവലിയേ മാറുള്ളൂ. വളരെ ചെറുതായിട്ട് വളരെ പതിയെ മാറ്റിയെടുക്കാനായിട്ട് വരും. ഇപ്പോൾ സ്കൂൾ ഫോബിയ ഉള്ള പിള്ളേരുണ്ട്. സ്കൂളിൽ പോകാനായിട്ട് മടി, എന്തോ സ്കൂളിനെ ഭയങ്കര പേടിയാണ്, പല കാരണങ്ങൾ കൊണ്ടായിക്കോട്ടെ. അപ്പോൾ നമ്മൾ സ്കൂളിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ ഒത്തിരി നല്ല വശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ചെയ്യണത് കൗൺസിലറിൻ്റെ കൂടെ ഈ കുട്ടീനെ സ്കൂളിൻ്റെ മുമ്പിൽ വരെ കൊണ്ടുപോകും. എന്നിട്ട് സ്കൂളിങ്ങനെ ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കും, വല്ല കുഴപ്പമുണ്ട്, എത്ര പിള്ളേരെ അവിടെ പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു വരും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും സ്കൂളിൻ്റെ ഗേറ്റ് വരെ ഒന്ന് പോവും, സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൊന്ന് പോവും. കുറച്ച് കഴിയുമ്പം പയ്യെ ഈ കൗൺസിലറുടെ കൂടെ സ്കൂളിൻ്റെ വരാന്തേ കയറും, ക്ലാസ് റൂമിൽ പോയി വേണമെങ്കിൽ അടുത്തിരുന്ന് പോരും. അപ്പോൾ അങ്ങനെ പയ്യെ പേടി മാറ്റിയൊക്കെ പോകുന്ന രീതികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പേടി മാറിയവർക്ക് വീണ്ടും പേടി വരാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ സാധ്യത ഉണ്ടാവും. ചിലർ മരിച്ച വീട്ടിൽ പോകില്ലല്ലോ, മൃതദേഹം കാണാനായിട്ട് ഭയമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവശ്യമില്ലാത്ത പേടികൾ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം വിമാനത്തിൽ കയറാനായിട്ട് പേടിയായിരുന്നു. വിമാനത്തിൽ അദ്ദേഹം ഒരിക്കലും കയറില്ല. അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ക്ഷണമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല, കാരണം വിമാനത്തിൽ കയറാൻ അദ്ദേഹത്തിന് പേടിയാണ്. അപ്പോൾ എങ്ങനെയുള്ള മനുഷ്യർ, പല തരത്തിലുള്ള പേടികളുള്ള മനുഷ്യരുണ്ട്. അതിന് ഫോബിയാസ് എന്ന് പറയും. അപ്പോൾ ഇറാഷണൽ ആൻഡ് പെർസിസ്റ്റൻറ്റ് ഫിയർ, അൺകൺട്രോളബിൾ ഫിയർ, അതായത് യാതൊരു യുക്തിയില്ലാത്ത പേടിയാണ്, എന്നാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഭയം. അതാണ് ഈ ഫോബിയാസ് എന്ന് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഈ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ നമുക്ക് വിശാലമായിട്ട്
ശാസ്ത്രീയ അല്ലെങ്കിൽ ഈ മെഡിക്കൽ വേൾഡ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആൻഡ് ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് രണ്ടായിട്ട് പൊതുവായിട്ട് തിരിക്കുന്ന അങ്ങനെയുള്ള 2 കാറ്റഗറിയിലുള്ള ഡിസോർഡേഴ്സ് വേറെയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മരുന്ന് നിർബന്ധമായിട്ട് കഴിക്കേണ്ട വരും. സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആണെങ്കിൽ മരുന്ന് കഴിക്കേണ്ട വരും. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത യാഥാർത്ഥ്യങ്ങളുടെ ലോകവുമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇല്ലാത്ത കാര്യങ്ങൾ അവർ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യും, ഹലൂസിനേഷൻസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിന് എന്താണ് ഈ ഇത്തരത്തിൽ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധമില്ലാതെ ആകുന്ന വിഷയമില്ല. എന്നാൽ അവർക്ക് അവരുടെ ചില പെരുമാറ്റ രീതികളൊക്കെ നിയന്ത്രിക്കാനായിട്ടും ഒക്കെ ബുദ്ധിമുട്ട് വരുന്നു. അത് അവരുടെ ചിന്തയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് മിക്കവാറും ഒക്കെ നമുക്ക് കൗൺസിലിംഗ് കൊണ്ടൊക്കെ കുറേയൊക്കെ തെറാപ്പികൾ കൊണ്ടൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഉദാഹരണമായിട്ട് ഈ സബ്സ്റ്റൻസ് അബ്യൂസ്, ഈ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഹോബി, ഏതെങ്കിലും ഒരു പ്രത്യേക ഹോബി, അല്ലെങ്കിൽ വർക്കഹോളിസം എന്ന് പറഞ്ഞാൽ ചിലർക്ക് എന്തോരം ജോലി എടുത്താലും മതിയാവില്ല, ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടേയിരിക്കും, വേറെ ഒരു പരിപാടിക്ക് അവർക്ക് സമയം കിട്ടാത്ത ആൾക്കാരുണ്ട്. അതുപോലെ ഈ എന്തോരം വൃത്തിയാക്കിയാലും മതിയാവില്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഇങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഈ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സാണ്. അതുപോലെ വേറെ ചില ആളുകളെ സംബന്ധിച്ച് അവരെല്ലാം ഈ പ്ലാനിങ് ആണ്, ഭയങ്കര പ്ലാനിങ്ങും ഓർഡറും ഷെഡ്യൂളിങ്ങും ഒക്കെയാണ്. ഇത് ഓർഡർ തെറ്റി അവർ അസ്വസ്ഥരാകും. ഏതെങ്കിലും ഒരു കാര്യം അതിനകത്ത് പ്ലാൻ അനുസരിച്ച് നടക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞാൻ എല്ലാം പറ്റും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ, നിങ്ങൾ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒത്തിരി വിശാലമാണ് ഈ പ്രശ്നങ്ങളുടെ ലോകം, ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു ചാടി ഇന്നതാണ് വിഷയം എന്ന് ചാടി കയറി തീരുമാനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശാലമാണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത്. സ്കിസോഫ്രീനിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് സൈക്കോട്ടിക് ഡിസോർഡേഴ്സാണ്. സ്കിസോഫ്രീനിയ, ഭ്രാന്ത് എന്ന് പറയുന്ന സാധനം. ഈ മാനസിക രോഗങ്ങളെല്ലാം ഭ്രാന്തല്ല. അപ്പോൾ പണ്ടൊക്കെ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു മാനസിക രോഗം എന്ന് പറഞ്ഞാൽ എല്ലാം ഭ്രാന്താണെന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന് അസുഖം വരുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനും അസുഖങ്ങൾ വരും. കാരണം മനസ്സിൻ്റെ തോട്ട്സിനെ നിയന്ത്രിക്കുന്നത് എല്ലാം ഈ ന്യൂറോ കെമിക്കൽസാണ്, ഹോർമോൺസും ഒക്കെയാണ്. അപ്പോൾ ആ ഹോർമോൺസിന് വേരിയേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തകളെയൊക്കെ അത് ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിനൊരു സഹായം തേടുക, ഒരു ഡോക്ടറെ കാണാൻ പോകുക, ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞത് ഒരു മോശം കാര്യമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം അതാണ്, സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഭ്രാന്തായി, തലയ്ക്ക് സുഖമില്ലാണ്ട് എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ഒരു മുദ്ര കുത്തി അങ്ങ് മാറ്റി വയ്ക്കുന്ന രീതിയിലുള്ള ഒരു അപരാധം നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? അത് പ്രായമായ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ വീട്ടിലുള്ളവർക്കറിയാം, പെട്ടെന്ന് ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും, അല്ലെങ്കിൽ മറവി വരും, ഇങ്ങനെയുള്ള പല ദേഷ്യം ഉണ്ടാകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഈ പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും ഒക്കെ വേരിയേഷൻ കൊണ്ട് പല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ പറയേണ്ട വേറൊരു പ്രശ്നമാണ് ഈ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിലുള്ള പ്രശ്നങ്ങൾ. അത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് ഓരോ പ്രായത്തിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികൾ അവർ ബാല്യത്തിലുള്ള പ്രശ്നങ്ങളല്ല, അവർ ഈ ഒരു അഡോളസൻസിലേക്ക് വരുമ്പോൾ, ടീനേജിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ വേറെയാണ്, യുവത്വത്തിലേക്ക് വരുമ്പോൾ വേറെ പ്രശ്നങ്ങളാണ്, മധ്യവയസ്സിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമാണ് പ്രശ്നങ്ങൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യാസമാണ്. പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മൂഡ് വേരിയേഷൻസും കെമിക്കൽ ചേഞ്ചസും അത് വേറെ കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിൽ വരുന്ന വ്യത്യാസങ്ങളിൽ ഇപ്പോൾ മധ്യവയസ്ക സ്ത്രീകൾക്ക് ആർത്തവം നിന്നു പോകുന്നു, മെനോപോസ്. ഈ മെനോപോസ് എന്ന് പറയുമ്പോൾ അത് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ജീവിതത്തിൽ നടത്തേണ്ടി വരുന്ന ഒരു കാലമാണ്. ഡോക്ടർമാർക്കൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അതുപോലെയാണ് ഈ വാർദ്ധക്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫിസിക്കൽ
എബിലിറ്റി കുറയുന്നു, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു, ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അതിനോട് കോപ്പപ്പ് ചെയ്യാൻ, അതിനോടൊന്ന് സഹകരിച്ച് മുമ്പോട്ട് പോകാൻ, അത് മനസ്സിലാക്കി പെരുമാറാൻ എല്ലാ സമയത്തും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ നമുക്കറിയാം, ഓർമ്മ പോകുന്ന ആളുകളുണ്ട്, ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു, മറവി അല്ലേ. ഈ മറവിയുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്രമാത്രം ഒരു ശ്രദ്ധ ഉണ്ടെങ്കിലാണെന്നറിയാം അയാൾ വന്നിട്ട് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയതുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും എനിക്ക് ഓർക്കുന്നില്ല. അതായത് ചില ആളുകൾ, അതായത് ഒത്തിരി മരുമക്കൾ, വീട്ടിലെ കെട്ടിക്കൊണ്ട് വന്ന മരുമക്കൾ അനുഭവിക്കുന്ന കുറേ വിഷമങ്ങൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഈ കുറേ കാലം മുമ്പൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം കുറേയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മിക്കവാറും ഈ അപ്പനെ അമ്മേനെ നോക്കുന്ന, കാരണവന്മാരെ നോക്കുന്ന മരുമക്കളെക്കുറിച്ച് കാരണവന്മാർക്കും അതുപോലെ അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ എപ്പോഴും പരാതിയായിരിക്കും. കാരണം അവർ വേണ്ടത്ര നോക്കുന്നില്ല എന്നുള്ളൊരു പരാതി മിക്കവാറും ഒക്കെ ഉണ്ടാവും. സമയത്ത് ആഹാരം കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു പരാതി. അത് ഈ കാണാൻ ചെല്ലുന്ന ആൾക്കാരോട് ഈ അമ്മച്ചി പറയും, എൻ്റെ മക്കളെ 2 ദിവസമായി കഞ്ഞി കുടിച്ചിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന കെട്ടിച്ചു വിട്ട മോൾ എന്നാ പറയും, എൻ്റെ അമ്മയ്ക്ക് അവൾ ഭക്ഷണം, എൻ്റെ ആങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന അതവൾക്ക് കൊടുക്കാൻ എത്രമാത്രം വിഷം. പക്ഷെ 5 മിനിറ്റ് ആയി കാണില്ല ഭക്ഷണം കൊടുത്തിട്ട്. കാരണം അവർ മറന്നുപോയി. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കേസ് ഞാൻ പറയാം. ഈ പറഞ്ഞതുപോലെ അമ്മച്ചിക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിച്ച കാര്യം അമ്മച്ചി മറന്നുപോകും. എന്നിട്ട് പിന്നെ അടുത്ത ആൾ കാണാൻ വരുമ്പോൾ പറയും, എനിക്കങ്ങനെ ഒരു കഞ്ഞി തന്നില്ല മക്കളെ എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് അപ്പോൾ ഈ കാണാൻ വരുന്ന ആൾക്കാർ ആ ചേട്ടത്തിയെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഇങ്ങനെ, എന്നാൽ എന്നാ ദുഷ്ടതരായി പെണ്ണുമ്പിള്ള കാണിക്കണേ, ഒരു നേരത്തെ ആഹാരം ആ തള്ളയ്ക്ക് കൊടുത്ത് എന്നാ നഷ്ടം വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് ചേട്ടത്തി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കങ്ങ് ഒരു കഞ്ഞിയും തരുന്നില്ല. ഉടനെ തന്നെ ഈ പുള്ളിക്കാരി അകത്തേക്ക് പോയിട്ട് ഒരു പാത്രത്തിനകത്ത് കുറേ ചോറ് എടുത്തുകൊണ്ടെങ്കിൽ വന്നിട്ട് ഈ തള്ളയുടെ കവിളയിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് ആ ചോറ് എടുത്തിട്ട് ഇങ്ങ് തിന്ന് തള്ളയെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ചോറ് തന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ വെച്ച് ആ ചോറ് മുഴുവൻ അമ്മയുടെ വായിൽ കുത്തിക്കയറ്റി. ഞങ്ങളുടെ എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ സംഭവിച്ച കാര്യമാണ്. കാരണം ഇത് കേട്ട് മടുത്ത് ആര് വന്നാലും ഈ അമ്മച്ചി പറയുന്നത് എനിക്കങ്ങ് ഒന്നും തരാറില്ല എന്നുള്ള കാര്യം പറയാം. ഓർമ്മ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവർ നുണ പറയുന്നതാണോ? അല്ല, അവർ നുണ പറയുന്നതല്ല. ഇത് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് ഭർത്താവ് രാവിലെ അതായത് അമ്മച്ചിയുടെ മകൻ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വന്ന് കയറുന്നു, അമ്മച്ചി എന്നാ അമ്മച്ചി വിശേഷം? ഓ എന്നാ വിശേഷമാണ്, എവിടെങ്ങ എനിക്കും ഒരു കഞ്ഞിവെള്ളം പോലും തരില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ചിലപ്പം മാറും. അത് ഇദ്ദേഹത്തിനത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമായോ? ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയമായി. അപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ വരുന്ന വിഷയങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. ഡെല്യൂഷണൽ ഡിസോർഡേഴ്സ്, ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു. ചില കാര്യങ്ങൾ വെറുതെ തോന്നലാണ്, അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളേ അല്ല, പക്ഷേ അവർക്ക് വെറുതെ അങ്ങനെ തോന്നുവാണ്, മനസ്സിലിങ്ങനെ കാഴ്ചകൾ കാണുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ വരുമ്പം ഒരുപക്ഷെ നമുക്ക് ഏറ്റവും സാധാരണഗതിയിൽ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സഭയിലുള്ള ആളുകൾ, വ്യക്തികൾ തമ്മിലുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ, പേരൻസുമായിട്ടുള്ള വിഷയങ്ങൾ, ഇനി കുറച്ചെങ്കിലും അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഇനി ഫോൺ അഡിക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് ഈ എങ്ങനെ കുറച്ചുകൂടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.